എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് ബീട്രൂട്ട് കേക്ക്. നമ്മൾ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഞാനിവിടെ ബീട്രൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, നമ്മൾ അവിടെ പഞ്ചസാര പൊടിയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. Vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that, spitting slow, spitting fast, I could roast, I could gas, think I'm okay. നമ്മുടെ ബീട്രൂട്ട് കേക്ക് തയ്യാറാക്കാനായിട്ടുള്ള ചേരുവകളെല്ലാം ഒന്ന് പരിചയപ്പെടാം. ഇത് 150 ഗ്രാം മൈദയാണ്, 150 ഗ്രാം പഞ്ചസാര, 150 മില്ലി സൺഫ്ലവർ ഓയിൽ, 150 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട്, അതുപോലെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് നെയ്യ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് മിൽക്ക്മെയ്ഡ്, ഒരു 3 മുട്ട. പൊട്ടിച്ച് വെച്ച 3 മുട്ടയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുത്ത് ചെറിയ സ്പീഡിലിട്ടിട്ട്, ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്ലാതെ സ്പീഡ് കൂട്ടുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് തെറിച്ച് പോകും. ചെറിയ സ്പീഡിലിട്ട് ഇതൊന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു സ്പൂൺ വെച്ചോ ഒക്കെ ഇതുപോലെ, അല്ലെങ്കിൽ മിക്സി വെച്ചോ ഒക്കെ നമുക്ക് ഇതുപോലെ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ബീറ്റർ വെച്ച് കാണിക്കുന്നേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ആവട്ടെ. ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയാണെങ്കിൽ കേക്ക് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവും. ഇത് കണ്ടോ, മുട്ടയും പഞ്ചസാരയും നല്ല ക്രീം പോലെ ഇവിടെ പതഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വരുമ്പോഴാണ് കേക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വാനില എസൻസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ എടുത്ത് ഒഴിക്കുന്ന ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പച്ചയോടെ ഇട്ട് കഴിയുമ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഒന്ന് വാട്ടിയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ. കുറച്ചുകൂടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ കുറച്ച് ജ്യൂസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് വേണ്ട, ഇതിന് തന്നെ അത്യാവശ്യത്തിന് കളറുണ്ട്. ഇത് വേണ്ട, നമ്മൾ ബീട്രൂട്ട് ഇട്ട് ഇതേപോലെ ഇളക്കിയപ്പോൾ ഇതേപോലെ ഒരു കളറായിട്ടുണ്ട് ഈ ബാറ്റർ. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദയിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. ബേക്കിംഗ് സോഡ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെയായിട്ട് പൊടി ഇടുമ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ബാക്കി പൊടിയും കൂടെ മുഴുവൻ പൊടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിൽ, നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് മുഴുവൻ ഒഴിച്ച് ഇതും കൂടെ കൂട്ടി അങ്ങ് മിക്സാക്കാം. നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. എണ്ണയൊന്നും പൊന്തിക്കിടക്കാതെ എല്ലാം ഒരേ ലൂസിലായിട്ട് ഉണ്ടാവും. ഇനി കേക്കിൻ്റെ ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. നെയ്യ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് മിക്സാക്കാം. ഇങ്ങനെ മിക്സാക്കി കൊടുക്കും. എല്ലാം കൂടി ഒന്നിച്ച് മിക്സായിട്ട് വരട്ടെ. ഇത് വേണ്ട, ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കേക്കിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് കേക്ക് ഞാൻ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അച്ചിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഈ അച്ചിൽ. അപ്പം നമുക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദ എടുത്ത് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടി കൊടുത്താൽ മതി. നമുക്ക് ഈ ബാറ്റർ ഈ അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഈ സമയം കൊണ്ട് നമ്മുടെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓവൻ ഇല്ലാത്തവർ ഒട്ടും പേടിക്കേണ്ട. കുക്കറിലും അതുപോലെ തന്നെ അലുമിനിയം ചെമ്പിലൊക്കെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗം, ഹാഫ് ഭാഗം മാത്രമാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കേക്ക് അതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കേക്കിൻ്റെ മുകൾ ഭാഗം അങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഇത്രയും ഭാഗം ഒഴിച്ചു കൊടുത്താൽ അത് കറക്റ്റായിട്ട് പൊന്തി വന്ന് നിന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 പ്രാവശ്യം എല്ലാ കേക്കും ഇടുന്നത് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഓവനിലേക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഈ റാക്കിൻ്റെ മുകളിലേക്ക് സെൻറ്റർ ഭാഗത്തേക്ക് കൈ കൊള്ളാതെ അങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 180 ഒരു 170 ഡിഗ്രി ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 45 മിനിറ്റ് സമയം സെറ്റ് ചെയ്ത് കൊടുക്കാം. 40 മിനിറ്റ് മതി. പിന്നെ നമുക്കൊന്ന് നോക്കി നോക്കാം കേക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഓവൻ ഇല്ലാത്ത ആരും വിഷമിക്കേണ്ട. കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം. അതേപോലെ അലുമിനിയത്തിൻ്റെ ഏത് പാത്രത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലാണെങ്കിൽ വാഷർ ഇടരുത്, അതുപോലെ തന്നെ വെയിറ്റ് വെക്കരുത്. 10 മിനിറ്റ് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്കർ ഒന്ന് പ്രീ ഹീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് വെച്ച് ഒരു 45 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിം വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതേപോലെ തന്നെ ചെരുവാണെങ്കിലും അതേപോലെ ചെരുവത്തിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റാക്കൊക്കെ ഒന്ന് കമിഴ്ത്തി വെച്ച് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് ഓവനിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ബീറ്റ്റൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ അച്ചിൽ നിന്നും അഴിച്ചിടാം. ചൂടൊക്കെ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. വേണ്ട അടിപൊളി കേക്ക്. നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് പതുക്കെ അങ്ങ് പറിച്ചെടുക്കാം. ബട്ടർ പേപ്പർ ഇളക്കാതെ, സൈഡൊന്നും പൊട്ടിപ്പോവാതെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പൊട്ടിയിട്ടൊന്നുമില്ല. നല്ല കേക്കാണ്, അടിപൊളി കേക്ക്. ഈ ബീറ്റ്റൂട്ട് കേക്കിന് 750 ഗ്രാം തൂക്കാണുള്ളത്. ഇനി ഞാൻ ഈ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊണ്ടുവരാം. നമ്മുടെ കേക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വേണ്ട ബീറ്റ്റൂട്ട് കേക്ക്. നമ്മുടെ കേക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കേക്കിന് കുറച്ചും കൂടി നന്നായിട്ടുള്ള കളർ കിട്ടും. ഇപ്പോൾ ജ്യൂസ് ഒഴിക്കാത്തത് കൊണ്ട് ഈ കളറിലാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, എന്നാലും നല്ല ഭംഗിയുള്ള കേക്ക് തന്നെയാണ്. എല്ലാവരും കേക്ക് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.